ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ തർക്കങ്ങളിൽ ഇന്ന് കൂടുതൽ അണിനയ നീക്കങ്ങൾക്കു സാധ്യത. ഇരുവരും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പാർട്ടിയിൽ തർക്കമില്ലെന്നും ഉണ്ടായത് തെറ്റായ വ്യാഖ്യാനങ്ങളെന്നും ഇരുവരും ചേർന്ന് പ്രഖ്യാപിക്കാനാണ് സാധ്യത. പാലാ രാമപുരത്തെ വീട്ടിലുള്ള റോഷി അഗസ്റ്റിൻ ജോസിനെ വീട്ടിലെത്തി കാണുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രതിപാദിക്കൽ നിൽക്കെ ഇനി വിവാദങ്ങൾ ഉണ്ടാവരുത് എന്നാണ് നേതാക്കളുടെ ധാരണ. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശ്രീജിത്ത്, ഇത്തവണ കൂടുതൽ അയഞ്ഞത് ജോസ് കെ മാണിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പലപ്പോഴും ജോസ് കെ മാണിയുടെ പ്രവർത്തനങ്ങൾ റോഷി തൻ്റെ അനിയനാണ്, ചോരത്തിളപ്പ് കൊണ്ട് മാത്രം പറയുന്നതാണ്, തന്നോട് സ്നേഹം കൊണ്ടാണ് പറയുന്നത്, തനിക്കങ്ങ് സുഖിച്ചു റോഷിയുടെ പല വാക്കുകൾ എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ജോസ് അണിനയ നീക്കങ്ങൾ അല്ലെങ്കിൽ അത് ഒരു സമവായ ശ്രമങ്ങളിലേക്ക് ജോസാണ് കൂടുതൽ പോകുന്നതെന്ന് തോന്നുന്നു. അതിലേക്ക് റോഷിയും ഇപ്പോൾ എത്തുകയാണോ? രഞ്ജിത്ത്, അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. സാധ്യത ഉണ്ട് എന്നത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ജോസ് കെ മാണി ഇന്നു കൂടുതൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ജാഥയുടെ സമയമായതുകൊണ്ട് തന്നെ ഇന്നലെ ഒന്നും പറയുന്നില്ല. ഇന്ന് ഒരുപക്ഷെ കാര്യമായി നിങ്ങളുടെ എന്ത് ചോദ്യത്തിനും ഉത്തരം തരാം എന്ന നിലയിൽ പ്രതികരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണം ഇന്നുണ്ടാകാനുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ പള്ളിയുടെയൊക്കെ സമയം കഴിഞ്ഞ ശേഷമായിരിക്കും ഈ കരിങ്ങോഴയ്ക്കൽ വീട്ടിലേക്ക് അത്തരം നേതാക്കളോ പ്രവർത്തകരോ ഒക്കെ എത്താനുള്ള സാധ്യത സാധാരണ നിലയിൽ ഉണ്ടാകാറുള്ളത്. എന്തായാലും ഇന്നലെ റോഷി പ്രതികരിച്ചതിലും ഒരു വെടിനിർത്തൽ എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ഈ തൻ്റെ നേതാവാണ് ജോസ് കെ മാണി, എവിടെ നിന്നാലും അദ്ദേഹം ജയിക്കും എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊന്ന് തണുപ്പിക്കുന്നതാണ് കണ്ടത്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം LDF നേതൃത്വം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടു. പ്രത്യേകിച്ച് ഇത് ഇടതുമുന്നണിയെ ബാധിക്കുന്ന ഒരു വിഷയമായി കൂടി ഉയർന്നു വരികയാണ്. മുന്നണിക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി, ആ പാർട്ടിയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ, ചെയർമാനും മന്ത്രിയും തമ്മിലുണ്ടാകുന്ന ഒരു ഏറ്റുമുട്ടലാണ് ഇതിൽ വളരെ പ്രധാനമായി നിൽക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ ചർച്ചകൾ, എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് സംബന്ധിച്ച് ഇനി വ്യക്തത വന്നിട്ടില്ല. ഇങ്ങനൊരു വെടിനിർത്തലുമായി തന്നെ മുന്നോട്ട് പോയാൽ മതിയോ, അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ പരസ്പരം കൂടിയാലോചനകൾ ഉണ്ടാകുമോ, കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമോ എന്നൊക്കെ